ഹായ് പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ചാനലിൽ വന്നിരിക്കുന്നത് എനിക്കിന്ന് കുറച്ച് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ആങ്ങളയുടെ മാവിൽ പിടിച്ച മാങ്ങയാണ് കിട്ടിയത്. അത് എനിക്ക് കുറേ കിട്ടിയായിരുന്നു. അത് ഞാനിവിടെ കൊണ്ടുവന്ന് വൃത്തിയായിട്ട് ഫുള്ളായിട്ട് തന്നെ കഴുകുന്നുണ്ട്. ഇതുപോലെ വെള്ളം പിടിച്ചിട്ടിട്ട് ഇതിൽ വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഇതുപോലെ കഴുകി ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചേക്കാം. ഇതുപോലെ നാലായിട്ടൊന്ന് വരഞ്ഞെടുക്കണം. 4 വശത്തായിട്ട് 4 പിച്ചാത്തി വെച്ചിട്ട് ഓരോ വര വരഞ്ഞെടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് ഭരണിയിലേക്കിട്ട് നമ്മളെടുത്ത മാങ്ങ ഇതുപോലെ 4 ചുറ്റും വരഞ്ഞിട്ടുണ്ട്. ഈ വരയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഉപ്പ് പിടിക്കാനും വേണ്ടിയിട്ടാണ്. ഇത് ഉള്ളിലോട്ട് ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം മാങ്ങയുടെ സീസൺ കഴിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും ഇടയ്ക്ക് വെച്ച് പച്ചമാങ്ങ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചോറോ മറ്റോ കഴിക്കണമെങ്കിൽ ഉപ്പിലിട്ട മാങ്ങ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് വയ്ക്കുന്നത്. ഇതിപ്പോൾ 4 വശവും ഇങ്ങനെ നമ്മൾ പിച്ചാത്തി വെച്ച് ഓരോ വര വരഞ്ഞിട്ടുണ്ട് ഉള്ളിൽ ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ 2 ഭരണിയിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വലിയ ഭരണി എടുത്ത് വലിയ ഭരണിയിലോട്ടാണ് ആക്കുന്നത് കേട്ടോ. ഇത്രയും മാങ്ങയുണ്ട് കേട്ടോ. ഉണ്ടോ? ഇതിലേക്ക് ഞാനൊരു കുറേ ഉപ്പങ്ങ് തട്ടുന്നുണ്ട്. പൊടി ഉപ്പാണ് എടുത്തിരിക്കുന്നത്. വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതായത് മാങ്ങയ്ക്ക് മുകളിൽ വെള്ളം നിൽക്കണം കേട്ടോ. എന്നിട്ട് കുറേ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പ് ഈ മാങ്ങയ്ക്ക് പിടിക്കണം. വലിയ മാങ്ങയല്ലേ, ഇത് നന്നായിട്ട് ഉപ്പ് പിടിച്ചാൽ കേട് കൂടാതെ ഇരിക്കത്തുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ഇത് ഒരു 8-10 വരെ നമ്മളിങ്ങനെ അടച്ചു വെച്ചേക്കണം. നമ്മൾ ഭരണിയിലിട്ട മാങ്ങ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഭരണിയിലേക്ക് ഇട്ടിട്ട് ഇന്നേക്ക് 8 ദിവസമാകുന്നു. ഇത് ഇനി ഭരണിയിൽ നിന്ന് എടുത്ത് മാറ്റി വെള്ളം ഇല്ലാതെ ഒരു പാത്രത്തിലോട്ട് ആക്കാനായിട്ടാണ് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾ 2-3 ദിവസം വെയിലത്തേക്ക് വയ്ക്കും. ഇന്ന് നല്ല വെയിലുണ്ടെങ്കിൽ ഇന്ന് വെച്ചേച്ചും ഈ വെള്ളം എടുത്ത വെള്ളം ഇല്ലയോ, ഇതിന് കുറേ വെള്ളം അങ്ങ് നമ്മൾ കളഞ്ഞേക്കാം. ഇനി ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ മാങ്ങ പുറത്ത് വെയിലത്താണ് വെച്ചേക്കുന്നത്. ഇതുപോലെ ഇന്ന് മൊത്തം വെയിൽ കൊള്ളിക്കും കേട്ടോ. ഉച്ചയാകുമ്പോൾ ഇതൊന്ന് നമ്മൾ തിരിച്ച് വെച്ച് ഒന്നാതെ മറുവശവും കൂടെ വെയിൽ കൊള്ളിക്കണം. നമ്മുടെ മാങ്ങ ഇന്നത്തെ ഉണക്കായിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ആ ഉപ്പ് വെള്ളത്തിൽ തന്നെ കൊണ്ടുവച്ചേക്കും. ഞാനിന്ന് പറക്കിയെടുക്കുകയാണ്. ഇത്രയും മാങ്ങയുണ്ട്. അതത്ര ഇന്നത്തെ വെയിൽ കൊണ്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി വീണ്ടും ഈ വെള്ളത്തിൽ നമ്മളിത് ഒരു 8-10 ദിവസം ഉപ്പ് വെള്ളത്തിലിട്ട് ഒരു ദിവസം ഉണക്കാൻ വെച്ചു. അത് ഉണങ്ങി ആ ഉപ്പ് വെള്ളം കളഞ്ഞിട്ട് വീണ്ടും അതിലല്പം ഉപ്പുണ്ടായിരുന്നു. അതിൽ വീണ്ടും തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 4 ദിവസം കൂടെ ഇതിലിട്ടിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഇന്നാണ് എടുത്ത് ഉണക്കുന്നത്. ഇതിൻ്റെ ഉണക്കായിട്ട് ഇത്രയും മാങ്ങയായിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് നോക്കാമേ. നമ്മൾ മാങ്ങയിൽ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും കാണരുത്. നന്നായിട്ട് ഉണക്കിയിട്ടുണ്ട്. ഒരുപാടായിട്ടങ്ങ് ഉണക്കിയിട്ടില്ല. എന്നാലും കണ്ട മാങ്ങ ചുരുങ്ങിയതുണ്ട്. പച്ചമാങ്ങ ഇട്ടതാണ്. അത് ഉപ്പിൽ കിടന്ന് ഇങ്ങനെ ചുരുങ്ങിയിട്ടുണ്ട്. ഇത്തിരി വലിയ മാങ്ങ ആയതുകൊണ്ട് ഇതിങ്ങനെ ഫുള്ളായിട്ടിടാൻ എനിക്ക് തോന്നുന്നില്ല. ഇത് കുറച്ചും കൂടെ ചെറുതായിരുന്നെങ്കിലും നമുക്കിത് ഫുള്ളായിട്ട് തന്നെ ഇടാം. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാ മാങ്ങയും നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം.
നമ്മുടെ എടുത്തു വെച്ച മാങ്ങയൊക്കെ ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇത് അരിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ മാങ്ങ ആയിരുന്നാലും നമുക്ക് അരിയേണ്ട ആവശ്യം വരുന്നില്ല. ഇതിപ്പോൾ വലിയ മാങ്ങ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ ഉലുവപ്പൊടി ചേർക്കുക. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 5 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിനോടൊപ്പം കുറച്ച് തരിമുളക്, നമ്മുടെ മുളക് ഉണക്കി അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ തരിമുളകാണ് കേട്ടോ. അതും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നല്ലെണ്ണ ചൂടാക്കി ഒന്ന് തണുപ്പിച്ചിട്ട് ഒഴിക്കാം. ഞാൻ എന്തായാലും തൽക്കാലത്തേക്ക് എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഞാനിവിടെ നാരങ്ങ ഇട്ടാലും എണ്ണ ചേർക്കാതെയാണ് നാരങ്ങ അച്ചാറൊക്കെ ഇടുന്നത്. എൻ്റെ അടുത്തുനിന്ന് പലരും നാരങ്ങ അച്ചാർ വാങ്ങിക്കാറുണ്ട്. എണ്ണ ചേർക്കാത്തത് കൊണ്ടാണ് പലരും എൻ്റെ കയ്യിൽ വന്ന് നാരങ്ങ അച്ചാറൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു ഭരണിയിലും ഒരു ബോട്ടിലിലും ആക്കി വെച്ചിട്ടുണ്ട് മാങ്ങ. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും, കേട് കൂടത്തേ ഇല്ല കേട്ടോ.